ഒരു വിവാഹവേദിയിലോ തിരക്കേറിയ സൂപ്പർ മാർക്കറ്റിലോ വെച്ച് മമ്മി എന്ന് വിളിച്ച് ഓടി വരുന്ന ആ കൊച്ചു പെൺകുട്ടിയെയും അത് കേട്ട് അമ്പരപ്പോടെ നോക്കുന്ന കാണികളെയും ടി വി പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. പ്രായം തോൽപ്പിക്കാത്ത ആ സൗന്ദര്യത്തിന്റെ രഹസ്യം അന്വേഷിച്ചവർക്ക് മുന്നിലേക്ക് സന്തൂർ എന്ന ഓറഞ്ച് നിറത്തിലുള്ള സോപ്പ് നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു, ചന്ദനത്തിൻ്റെയും മഞ്ഞളിൻ്റെയും ഗുണം. 1986 വിപ്രോ എന്ന IT ഭീമൻ സോപ്പ് വിപണിയിലേക്ക് ചുവടുവെക്കുമ്പോൾ അത് വെറുമൊരു കച്ചവടമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെ സ്വപ്നങ്ങളെയും ആത്മവിശ്വാസത്തെയും തൊട്ടുണർത്തുന്ന ഒരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. കഥ തുടങ്ങുന്നത് 1980കളുടെ പകുതിയിലാണ്. വിപ്രോയുടെ തലവൻ അസിം പ്രേംജി തൻ്റെ കമ്പനിയെ വൈവിധ്യവൽക്കരിക്കാൻ തീരുമാനിച്ച കാലമായിരുന്നു അത്. അന്ന് ഇന്ത്യയിലെ സോപ്പ് വിപണി വാണിരുന്നത് വമ്പന്മാരായ ലെക്സും ലൈഫ് ബോയുമായിരുന്നു. ചന്ദനത്തിന്റെ സുഗന്ധം ആഡംബരമായിരുന്ന അക്കാലത്ത് ഇടത്തരക്കാരായ വീട്ടമ്മമാർക്ക് താങ്ങാവുന്ന വിലയിൽ എങ്ങനെ അത് എത്തിക്കാം എന്നതായിരുന്നു അസിം പ്രേംജിയുടെയും സംഘത്തിൻ്റെയും മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി. സാധാരണ സോപ്പുകൾ ചർമ്മത്തെ വൃത്തിയാക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചപ്പോൾ സന്തോഷവും യുവത്വവും നൽകുന്ന ഒരു പാരമ്പര്യ കൂട്ട് എന്ന നിലയിലാണ് സന്തൂർ ജനിക്കുന്നത്. ചന്ദനവും മഞ്ഞളും ഏതൊരു ഇന്ത്യൻ അടുക്കളയിലും തൊടിയിലും ലഭ്യമായ ഈ പ്രകൃതിദത്ത കൂട്ടുകൾ ഒരു സോപ്പിൽ സമ്മേളിച്ചപ്പോൾ അത് വിപണിയിലൊരു പുതുമയായി മാറി. എന്നാൽ ഈ യാത്ര അത്ര സുഗമമായിരുന്നില്ല. തുടക്കത്തിൽ വിപണിയിലെ വമ്പന്മാരുമായി മുട്ടി നിൽക്കാൻ സന്തൂർ കുറച്ചധികം വിയർത്തു. വിപ്രോ ഒരു IT കമ്പനിയല്ലേ, അവർക്ക് എങ്ങനെ സോപ്പ് വിൽക്കാൻ കഴിയും എന്ന പരിഹാസങ്ങൾ ഉയർന്നു. വിതരണ ശൃംഖലയിലെ പോരായ്മകളും കടുത്ത മത്സരവും കാരണം ആദ്യ വർഷങ്ങളിൽ സന്തൂർ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയി. സന്തൂർ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യൻ സ്ത്രീകൾക്ക് വെറുതെ സുന്ദരികളായാൽ പോരാ, അവർക്ക് തങ്ങളുടെ യുവത്വം നിലനിർത്തണം. ഈ ചിന്തയിൽ നിന്നാണ് 1989 ആ പ്രസിദ്ധമായ സന്തൂർ മമ്മി പരസ്യം വരുന്നത്. സന്തൂറിന്റെ പരസ്യതന്ത്രം ഇന്ത്യയുടെ പരസ്യ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. ഇന്ന് 2026 സന്തൂർ നിൽക്കുന്നത് ഇന്ത്യൻ സോപ്പ് വിപണിയിലെ 2ാം സ്ഥാനത്താണ്. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം, പക്ഷേ പല വമ്പൻ ആഗോള ബ്രാൻഡുകളെയും പിന്നിലാക്കി പ്രതിവർഷം 2500 കോടി രൂപയിലധികം വിറ്റുവരവുള്ള ഒരു വമ്പൻ സാമ്രാജ്യമായി സന്തൂർ വളർന്നു കഴിഞ്ഞു.